TutorVaultന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് പാസ് ചെയ്യാൻ പോകുന്നത്. കാരണം യൂട്യൂബ് ഷോർട്സ് എങ്ങനെ നമുക്ക് വൈറലാക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ നമുക്ക് എങ്ങനെ വൈറൽ ടാഗ്സ് കണ്ടുപിടിച്ച് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബ് വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ വരുന്നില്ല എന്നുള്ളൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസ് നമ്മൾ വിചാരിക്കുന്നതിലും വ്യൂസും സബ്സ്ക്രൈബറും കൊണ്ടുവരുന്ന ചില വീഡിയോസ് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാവുമെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നതിനും സജസ്റ്റ് ചെയ്യപ്പെടുന്നതിനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി നമുക്ക് യൂട്യൂബിൽ ആഡ് ചെയ്യുന്ന ടാഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്യൂബിൽ ടാഗ്സ്, അതായത് വൈറൽ ടാഗ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് നിരവധി ആളുകൾ നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിലാണെങ്കിലും കമൻസിലും മെസ്സേജിലുമായിട്ട് നിരവധി ആളുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ യൂട്യൂബിൽ ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് വൈറൽ ടാഗ്സ് കണ്ടെത്താം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾ ഒരു യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വൈറൽ ടാഗ്സ് കണ്ടുപിടിക്കാം. അതിനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സ്ക്രീനാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ, അതായത് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഇൻ്റർഫേസ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ക്രിയേറ്റ് എ ഷോട്ട് കൊടുക്കും. ക്രിയേറ്റ് എ ഷോട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ഇതിൽ നിന്നും വീഡിയോ നിങ്ങൾ ആഡ് സൗണ്ട് കൊടുത്ത് സൗണ്ട് ആഡ് ചെയ്യും. അതുപോലെ ആഡ് സൗണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സൗണ്ട് ആഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഗാലറിയിൽ നിന്നും നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ജസ്റ്റ് ഡെമോയ്ക്കായിട്ട് ഞാൻ ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് വൈറൽ ടാഗ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഇൻ്റർഫേസിലേക്ക്, അപ്ലോഡ് ചെയ്യുന്ന ഇൻ്റർഫേസിലേക്ക് പോകാനായിട്ട് നമ്മൾ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് വീഡിയോ, അതായത് ടൈം നമുക്ക് ഇഷ്ടം പോലെ 60 സെക്കൻഡ് വരെയുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 16 സെക്കൻഡുള്ളൊരു വീഡിയോ ഇട്ടുകൊണ്ടാണ് വീണ്ടും അവിടെ ടൈം കാണിക്കുന്നത്. അതായത് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് തീർക്കുക എന്ന് പറഞ്ഞ് ഞാനത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ വീഡിയോ ഇതിലേക്ക് ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഞാനെടുത്ത് എൻ്റെ ഫോണിലെടുത്ത ഒരു വീഡിയോ ഇതിലേക്ക് ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം. സൗണ്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു മ്യൂസിക് ആഡ് ചെയ്യാം. അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, വോയിസ് ഓവർ, അത് നമുക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ടൈം ലൈൻ, ഫിൽറ്റർ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൈറ്റിൽ പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്, അതായത് ട്രാവൽ ഷോർട്സ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ, ഒരു മോട്ടറിൻ്റെയൊക്കെ വീഡിയോ ആണ് ചെയ്യുന്നത്, ഒരു ബൈക്ക്, കാർ, ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആണ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടൈറ്റിൽ കറക്റ്റായിട്ട് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ മോസ്റ്റ് അമേസിങ് കാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ 2 ടാഗുകൾ എന്തായാലും കൊടുത്തിരിക്കണം. അത് ഒന്നാമത്തെ എന്ന് പറയുന്നത്, ടൈറ്റിൽ കൊടുക്കേണ്ട ഒരു ടാഗ് എന്ന് പറയുന്നത് ഹാഷ് ഷോർട്സ് എന്ന് പറയുന്ന, ഇപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവുകയാണ് ബെസ്റ്റ് കാർ എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഹാഷ് ടാഗ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഹാഷ് ടാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിരവധി ഹാഷ് ടാഗ്, ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹാഷ് ടാഗുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ അവിടെ ആദ്യം നിങ്ങൾ ഷോർട്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഷോർട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ഷോർട്സ് ഫീഡ്, ഷോർട്ട് വീഡിയോ, ഷോർട്ട് വൈറൽ, ഷോർട്സ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ഹാഷ് ഷോർട്സ് എന്ന് പറയുന്ന ഒരു ഹാഷ് ടാഗ് ഉണ്ട്. അതാണ് നിങ്ങളുടെ ടൈറ്റിലിൻ്റെ അകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ, അതായത് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ടൈറ്റിലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഹാഷ് ടാഗ് എന്ന് പറയുന്നത് ഹാഷ് ഷോർട്സ് എന്ന് പറയുന്ന ഒരു ഹാഷ് ടാഗാണ്. അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവിടെ ഓൾറെഡി ഒരു സ്പേസ് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്പേസ് ഗ്യാപ്പ് ഒരിക്കലും ബാക്ക് അടിച്ച് നിർത്താൻ പാടില്ല. അടുത്ത ഹാഷ് ടാഗ് അവിടെ തുടങ്ങാൻ പാടില്ല. നിങ്ങൾ അവിടെ ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആ സ്പേസിൻ്റെ സ്ഥാനത്ത് ഒരു ബാറോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ സ്പേസ് തന്നെ അവിടെ കൊടുക്കുക. സ്പേസ് കൊടുത്ത ശേഷം നിങ്ങൾ വീണ്ടും ഹാഷ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക.
ഹാഷ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ട്രാവൽ വീഡിയോ ആണ് ചെയ്യണതെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ഒരു ഹാഷ്ടാഗ് നിങ്ങൾ കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാഷ്ടാഗും അതുപോലെ ഏറ്റവും കൂടുതൽ കീവേഡ് അടങ്ങിയ ഒരു ഹാഷ്ടാഗുമാണ് ട്രാവൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണും, ട്രാവൽ എന്ന് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് നിരവധി ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ ട്രാവൽ ടാഗുകൾ നമുക്ക് ഹാഷ്ടാഗുകൾ നമുക്ക് ഇതിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അതിൽ ആ ടാഗുകൾ യൂസ് ചെയ്തുകൊണ്ട് എത്ര വീഡിയോസ് അവിടെ വന്നിട്ടുണ്ടെന്ന് കാണാം. ഇപ്പോൾ ഹാഷ് ട്രാവൽ എന്ന് പറയുന്നൊരു ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് 74 ലക്ഷം വീഡിയോസും അതുപോലെ 16 ലക്ഷം ചാനൽസും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈറൽ ടാഗുകളാണ് ഇതെല്ലാം, വൈറൽ ഹാഷ്ടാഗുകളാണ് ഇവയെല്ലാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ട്രാവൽ വ്ലോഗ് എന്ന് പറഞ്ഞ് കാണാം, അതുപോലെ ട്രാവലിംഗ് എന്ന് പറഞ്ഞ് കാണാം. ഇതിൻ്റെയൊക്കെ അകത്ത് നമുക്കതിൻ്റെ ഓരോ ടാഗിൻ്റെയും താഴെയായിട്ട് അത് എത്ര വീഡിയോസിൽ യൂസ് ചെയ്ത് വൈറലായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രാവൽ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗിൻ്റെ അകത്ത് 74 ലക്ഷം എന്ന് പറഞ്ഞു. അപ്പോൾ 74 ലക്ഷം വീഡിയോസിൽ ഈ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളൊരു ടാഗ് ഇത് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രാവൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ, ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോ ആയിരിക്കണമെന്നില്ല, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി കണ്ടൻറ്റോ അല്ലെങ്കിൽ വീഡിയോ കണ്ടൻറ്റ് ആണെങ്കിലും അത് നമുക്ക് വൈറലാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി കീവേഡ്സുകൾ നമുക്ക് താഴത്തോട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, നിരവധി ടാഗുകൾ ഹാഷ്ടാഗുകൾ താഴത്തോടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ട്രാവൽ എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുക. ഇപ്പോൾ ഈ 2 ഹാഷ്ടാഗ് മാത്രം നിങ്ങൾ ടൈറ്റിലിൽ കൊടുക്കുക. അതായത് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങളൊരു ലോങ് ട്രാവൽ പോയി അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ട്രാവൽ അതുപോലെ ഷോർട്സ് എന്ന് പറയുന്ന 2 ഹാഷ്ടാഗുകൾ മാത്രം ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ഷോർട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് ഹാഷ്ടാഗുകൾ റെക്കമെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം യൂട്യൂബർ ഡിവൈസ്, യൂട്യൂബർ ഇതൊക്കെ നമുക്ക് വൈറലായിട്ടുള്ള ഹാഷ്ടാഗുകളാണ്. ഇപ്പോൾ നമുക്കിവിടെ താഴെ വരുവാണെങ്കിൽ ഇതുപോലെ ടൈറ്റിലിൻ്റെ അകത്ത് നമ്മൾ ഹാഷ്ടാഗുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും ഇതുപോലുള്ള ഹാഷ്ടാഗുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അൺലിസ്റ്റഡിലാക്കി കൊടുക്കുക. കാരണം നമുക്ക് ആ വീഡിയോയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് ആ വീഡിയോ ഒരു 100% പക്ക വീഡിയോ ആക്കിയ ശേഷം മാത്രം നമ്മൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലോഡല്ല, നമ്മളത് പബ്ലിക് ആക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുത്തു, ഹാഷ്ടാഗ് എൻ്റർ ചെയ്ത് കൊടുത്തു, അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷൻ അതുപോലെ ടാഗ്സ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ടാഗ്സ് ഡിസ്ക്രിപ്ഷനൊക്കെ എൻ്റർ ചെയ്യുക പറഞ്ഞ് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വൈറൽ ടാഗ്സ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വൈറൽ ടാഗ്സ് കണ്ടുപിടിച്ചു, ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും ഹാഷ്ടാഗ് എൻ്റർ ചെയ്ത ശേഷം ട്രാവൽ അല്ലെങ്കിൽ ഷോർട്സ് എന്ന് പറഞ്ഞുള്ള ടാഗുകൾ യൂസ് ചെയ്യുക. ഷോർട്സ് വീഡിയോ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഷോർട്സ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിരവധി ഷോർട്സ്, അത് ഷോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടാഗുകളെല്ലാം മാക്സിമം എല്ലാം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഷോർട്ട് എന്ന് പറഞ്ഞ് അടിച്ചു കഴിയുമ്പോൾ 1 2 3 4 5 ഏകദേശം ഒരു 10ന് മുകളിലുള്ള വൈറലായിട്ടുള്ള ടാഗ്സുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങൾ ഈ വൈറൽ ടാഗുകൾ എല്ലാം കൊടുക്കുക. ഷോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടാഗുകളും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ട്രാവൽ വീഡിയോ ആണ് അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ വീഡിയോ ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടാഗുകളും നമുക്ക് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. ഹാഷ് ഇട്ടിട്ട് ട്രാവൽ എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹാഷ്ടാഗുകളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ ഒന്നിലും എഴുതി വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് വലിച്ചു വാരി ടാഗുകളൊന്നും യൂസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വൈറലായിട്ടുള്ള ടാഗ്സുകൾ ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായില്ലേ? ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ടാഗ്സുകൾ ഇടുക. പക്ഷേ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മൾ ടാഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു മിനിമം 15 താഴെ നമ്മൾ യൂസ് ചെയ്യുക. മാക്സിമം 15 ടാഗ്സ് യൂസ് ചെയ്യുക. അതിലും മുകളിലേക്ക് പോകാണ്ടിരിക്കുക. കാരണം 15 കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. യൂട്യൂബ് വയലേഷനൊക്കെ ഉണ്ടാകും. നമുക്ക് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷനൊക്കെ അടിച്ചു പോകാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 8 10 ടാഗ്സുകൾ മതി നമ്മുടെ വീഡിയോ വൈറലാക്കാനായിട്ട്. ഈ ടാഗ്സ് തന്നെ, അതായത് ഈ ഹാഷ്ടാഗ് തന്നെ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ വേർഡ്സുകൾ ചെറുതായിട്ട് മാറ്റി നമുക്ക് കീവേഡ്സ് ആയിട്ട്, അതായത് നമ്മുടെ വീഡിയോയുടെ ടാഗ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ട്രാവൽ വീഡിയോ എന്ന് എടുക്കുകയാണെങ്കിൽ ട്രാവൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടാഗ് നമുക്ക് നമ്മുടെ ഷോർട്സ് ടാഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും.
അതൊക്കെ നമ്മളൊരു ബേസിക് തിങ്കിങ് എടുത്താൽ മതി. കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ടാഗ്സ് വെക്കാം എന്നുള്ള കാര്യമൊക്കെ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വൈറൽ ടാഗ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വൈറൽ ടാഗ്സ് കണ്ടുപിടിക്കാൻ അറിയില്ലാത്തവർ തീർച്ചയായും ഈ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബറും കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് യൂട്യൂബിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.